KSU പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് അറസ്റ്റ് ചെയ്തതിനു ശേഷം നിർബന്ധമായിട്ടും ഈ പ്രവർത്തകരെ എന്ത് ചെയ്യണം, കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. അങ്ങനെ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി കൊണ്ടുവന്നത് എങ്ങനെയാണെന്ന് അറിയോ? ഏതോ ഒരു തീവ്രവാദികളെ കൊണ്ടുവരുന്നത് പോലെ തലയിലാകെ കറുത്ത മുഖംമൂടി കൊണ്ട് മൂടി ഏതോ ഭീകരനെ കൊണ്ടുവരുന്നത് പോലെയാണ് വണ്ടിയിൽ നിന്നിറക്കി KSUവിന്റെ പ്രവർത്തകരെ കൊണ്ടുവന്നത്. അവിടെ തന്നെ കോൺഗ്രസിന്റെ ആളുകളും അവിടെ കോടതിയിൽ കൂടിയിരുന്ന നിൽക്കുന്ന സാധാരണക്കാരും ഒക്കെ ഉടൻ തന്നെ പോലീസിനോട് ചോദിച്ചു, ഇതെന്ത് തോന്നിവാസമാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോ അതിന് മറുപടി പറയാതെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. അകത്തേക്ക് എത്തിയപ്പോ ഈ മജിസ്ട്രേറ്റ് മുമ്പിൽ ഈ പ്രതികളെ ഹാജരാക്കിയപ്പോൾ തന്നെ കോടതി ചോദിച്ച ഒറ്റ ചോദ്യമുണ്ട്, എന്താണ് ഇവരുടെ തലയിൽ കറുത്ത മുഖംമൂടി അണിയിച്ചുകൊണ്ട് കൊണ്ടുവരാൻ മാത്രം എന്ത് കുറ്റമാണ് ഇവർ ചെയ്തിരിക്കുന്നത്? അപ്പൊ പറഞ്ഞത് ഇവരുടെ മുഖം ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു കാര്യം ചെയ്തത്. അപ്പൊ കോടതി ചോദിച്ചത്, ഐഡന്റിഫൈ ചെയ്തിട്ടല്ലേ നിങ്ങൾ ഇവരെ അറസ്റ്റ് ചെയ്തത്? പേരൊക്കെ എഴുതി എടുത്തിട്ടാണല്ലോ പോയി അറസ്റ്റ് ചെയ്തത്. പബ്ലിക്കായി നടന്ന അടിയാണല്ലോ. CCTV ക്യാമറകളും ദൃശ്യങ്ങളും മാധ്യമപ്രവർത്തകർ എടുത്ത ക്യാമറകളൊക്കെ ഉണ്ടല്ലോ. ഇത് ഏതെങ്കിലും തരത്തിൽ ഒരു നിഷ്ഠൂരമായ കൊലപാതകം നടത്തിയിട്ടുള്ള ഒരു പ്രതിയല്ല കൊണ്ടുവരുന്നത്. ഏതെങ്കിലും തരത്തിൽ രാജ്യത്തിനെതിരെ എന്തെങ്കിലും തരത്തിലൊരു പ്രവർത്തനം നടത്തിയ കൊടും കുറ്റവാളിയെയോ ക്രിമിനലിനെയോ രാജ്യദ്രോഹിയായിട്ടുള്ള ഒരു തീവ്രവാദിയോ അല്ല കൊണ്ടുവരുന്നത്. ഏതെങ്കിലും തരത്തിൽ സമൂഹത്തിന് ആപത്കരമാകുന്ന വിധത്തിൽ എന്തെങ്കിലും നടത്തിയ ഒരാളെ അല്ല കൊണ്ടുവരുന്നത്. കേവലം രാഷ്ട്രീയപരമായിട്ടുള്ള സംഘർഷങ്ങളിൽപ്പെട്ട ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ പ്രതിപക്ഷ യുവജന സംഘടനയിലെ പ്രവർത്തകരെയാണ് പോലീസ് ഈ രീതിയിൽ നികൃഷ്ടമായി ഭരണഘടന ഉറപ്പ് നൽകുന്ന പൗരന്റെ അവകാശങ്ങളെ എല്ലാം ചവിട്ടിമരിച്ചുകൊണ്ട് ഈ പോലീസ്, അതായത് തൃശ്ശൂരിലെ ഷാജഹാൻ എന്ന് പറയുന്ന SHO, ആ SHO CPMന്റെ അടിമപ്പണി എടുക്കുന്ന SHO ആണ്. CPM എന്ത് പറയുന്നു അതിനപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോവാത്ത ആളാണ് ഈ പറയുന്ന ഷാജഹാൻ. വരച്ചെടുത്ത് നിർത്തും ഷാജഹാൻ പ്രതികളെ, പക്ഷെ എവിടെ വരക്കണമെന്ന് CPM തീരുമാനിക്കും. അതാണ് ഷാജഹാന്റെ ഈ കാര്യത്തിലുള്ള പ്രത്യേകത.